കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകന്തൻ കുഞ്ഞിനെ ചിറകിൻ മീതെ വാഹിക്കും പോലെ. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലെ അനുഭവമാണ്. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും. അതാ കോഴി തൻ കുഞ്ഞിനെ ചിറകിൻ്റെ അടിയിൽ, കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മുകളിൽ വഹിക്കുന്ന പോലെ, കരുതുന്ന പോലെ എന്നെയും സൂക്ഷിക്കണേ എന്ന് പറയുകയാണ്. കോഴി തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ മീതെ വാഹിക്കും പോലെ. ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഈ 3 ദിവസവും കിട്ടിയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതെ അത് നിങ്ങളിൽ ഒരു ഭാഗ്യമായി തീരട്ടെ. നിങ്ങൾ കുറച്ചു നാൾ കഴിഞ്ഞ് പറയാനിട വരട്ടെ, ഈ IMS-ൽ ധ്യാന കൂടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ എൻ്റെ വിടുതലിന് കാരണമായത്. ആ ഒരു സാന്നിധ്യമാ എൻ്റെ ഭവനത്തിൽ ഈ അനുഗ്രഹത്തെ എത്തിച്ചത്. അത് പറയാൻ ഇടയാകത്തക്ക വിധം. ക്രിസ്മസ് ഒക്കെ വരാൻ പോവുകയാണ്. നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാനുള്ള അനുഗ്രഹം കിട്ടട്ടെ. ചിലപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്നാണെന്നറിയാമോ? ചിലപ്പോൾ അന്നായിരിക്കും നമ്മുടെ വീട്ടിൽ വഴക്ക്, ബഹളം, ഭക്ഷണം ഇഷ്ടപ്പെടുന്നില്ല, എടുത്തെറിയുന്നു, സമാധാനമില്ല, 4 പേര് 4 മുറി കൂടെ എന്തു നല്ല കാര്യം വരുമ്പോഴും എൻ്റെ വീട്ടിൽ വഴക്കാണല്ലോ, എൻ്റെ വീട്ടിൽ ഒരു സമാധാനം ഇല്ലല്ലോ, എന്താ എൻ്റെ വീടിങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. കാര്യം ഇറച്ചി മീനൊക്കെ മേടിച്ചു വെച്ച് ആഘോഷിക്കും, പക്ഷേ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കത്തില്ല. ഒരാൾ കള്ളു കുടിച്ചിട്ട് വന്നു, ഒരാൾ അങ്ങനെ പറഞ്ഞു, ഒരാൾ ഇങ്ങനെ പറഞ്ഞു. ഈ നല്ലൊരു ക്രിസ്മസ് സന്തോഷത്തോടെ കൂട്ടായ്മയോടെ ആഘോഷിക്കാനിട വരട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ കണ്ണുനീരിൻ്റെ ദിവസം ആയിരിക്കരുത്, സന്തോഷത്തിൻ്റെ. യുവതി യുവാക്കൾ കുഞ്ഞുങ്ങളുണ്ട്, പ്രാർത്ഥിക്കാൻ എനിക്ക് നിങ്ങളോട് ദൈവത്തിൻ്റെ ഒരു വാക്കുണ്ട്. രക്ഷപ്പെട്ടോണം, ദൈവനാമത്തിൽ നല്ല നിലയിലെത്തിക്കോണം. നിങ്ങളിൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഒരാൾ പോലും വഴിതെറ്റിപ്പോവല്ല. പഠിച്ച് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹത്തിൽ രക്ഷപ്പെട്ടോണം, രക്ഷപ്പെടണം. അതിനുവേണ്ടിയാ ചങ്കുതല്ലി കരയുന്നത് ഇവിടെ പല അമ്മമാരും. അലറി വിളിച്ചു പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാ, നിങ്ങൾക്ക് വേണ്ടിയാ. രക്ഷപ്പെട്ട് കാണാനുള്ള കൊതി കൊണ്ടാ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് കാണാനുള്ള കൊതി കൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. പഠിക്കാൻ കഴിവുള്ളവർ പഠിച്ച് രക്ഷപ്പെടണം. ഉഴപ്പിപ്പോകല്ല്. തെറ്റായ ബന്ധങ്ങളിൽ പോയി ഉള്ള ഭാഗ്യം കളയല്ല്. നല്ല നിലയിലെത്തണം. അമ്മമാരെ, അപ്പച്ചന്മാരെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ആണ്ടിലൊരിക്കലല്ല, എല്ലാ ദിവസവും പറഞ്ഞ് പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കപ്പെടണം. ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഞാൻ അങ്ങനെ പറയും, ദൈവം അനുഗ്രഹിച്ച് വളരട്ടെ. ദൈവനാമത്തിൽ അനുഗ്രഹിച്ചത് അനുഗ്രഹമായിട്ട് കയറി വരും. കണ്ണുകളൊന്ന് അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ഈ IMS ധ്യാന കേന്ദ്രത്തിന് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് നമ്മുടെ വീട് പോലെ വന്ന് പ്രാർത്ഥിക്കാൻ ഇങ്ങനെ ഒരു സ്ഥലമുള്ളതൊരു അനുഗ്രഹമല്ലേ? എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഇവിടെ വന്നൊന്നോ കണ്ടു കേട്ടു പ്രാർത്ഥിച്ചു പോകും, എന്തോ ഒരു ആശ്വാസമാണ്. അത് ദൈവം തിരഞ്ഞെടുത്തൊരു സ്ഥലമായതുകൊണ്ടല്ലേ. എനിക്ക് ഏത് പ്രശ്നം വന്നാലും ഇങ്ങോട്ട് ഓടി വരാമല്ലോ, ഇങ്ങനൊരു സ്ഥലം ഉണ്ടല്ലോ. നമുക്കങ്ങനെ ഒരു സ്ഥലം, ദൈവം ഒരുക്കിയ സ്ഥലവും ദൈവം ഒരുക്കിയ വൈദികരും ശുശ്രൂഷകരുമായത്. ഈ IMS ധ്യാന കേന്ദ്രത്തിലൂടെ ആ ഒരു പ്രാർത്ഥനാ ചൈതന്യത്തിൽ വളർന്നു വന്ന ഒരാളാണ് ഈ പാട്ടുപാടുന്ന ജോണും ഈ വർഗീസേട്ടനൊക്കെ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ആലയത്തിലെ ചൈതന്യം അവരെ ഒരു പരിധി വരെ വളർത്തിയത്, ശുശ്രൂഷയിൽ അനുഗ്രഹം, അതൊരനുഗ്രഹമായി മാറിയത്. എവിടെയെല്ലാം ഇവിടെ നിന്ന് വളർന്നവർ എവിടെയെല്ലാം അനുഗ്രഹമായിട്ടുണ്ട്. പറയാനാണ് എല്ലാവർക്കും കാണും ഓരോ സാക്ഷ്യങ്ങളൊക്കെ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മൾ പല വീടുകളിൽ ജനിച്ചു വളർന്നവരാണ്. നമുക്ക് നമ്മുടേതായ കുറേ കുറവുകളുണ്ടെങ്കിലും
ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ഒന്നാണ്. ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണ്. പല വീട്, പല സ്വഭാവം, പല പെരുമാറ്റം, പല കുറവുകൾ, പല ബലഹീനതകളൊക്കെയുള്ള വെറും പച്ച മനുഷ്യന്മാരാണ് നമ്മളെങ്കിലും നമ്മൾ ക്രിസ്തുവിൽ ഒന്നാണ്. മതിൽക്കെട്ടുകളില്ല. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും ഞങ്ങൾക്ക് ബലമാണ്. അതിലാണ് ഞങ്ങൾ സന്തോഷിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങൾ നൽകുന്ന ഒരു ചെറു പുഞ്ചിരി പോലും മനസ്സിൽ തരുന്നൊരു ബലം വലുതാണ്. ഞങ്ങൾക്കതുപോലെ തിരിച്ചു തരാൻ കഴിയില്ലെങ്കിലും ഞങ്ങളതെല്ലാം സ്വീകരിക്കുന്നുണ്ട്. ഒരാളെന്നോട് പറഞ്ഞു, എൻ്റെ വേദനകൾ തുറന്നു പറയാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം തകർന്നു പോകില്ലായിരുന്നു. വേറൊരാൾ പറഞ്ഞു, എൻ്റെ വേദനകൾ കേൾക്കാൻ ഒരാളുള്ളത് കൊണ്ടാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് കേട്ടോ. നിങ്ങളുടെ വേദനകൾ പറയാൻ ദൈവം ഒരുക്കിയ സ്ഥലമാണിത്. നിങ്ങൾ എത്രയോ പേര് ജീവിതത്തിലേക്ക് വന്ന സ്ഥലം, എത്രയോ പേർ വിടുവിക്കപ്പെട്ട സ്ഥലം, ആ സ്ഥലമാണിത്. പൗലോസും സീലാസും കീർത്തനം പാടി സ്തുതിച്ചപ്പോൾ പിന്നെയും ചെങ്ങല കയ്യിൽ തന്നെ അല്ലായിരുന്നു. അവർ കീർത്തനം പാടി സ്തുതിച്ചപ്പോൾ ചെങ്ങല പൊട്ടി താഴെ വീണു എന്നാണ് എഴുതിയിരിക്കുന്നത്. കീർത്തനം പാടി സ്തുതിക്കുക. അവിടെ വലിയ ബന്ധന പ്രാർത്ഥന ഒന്നും നടന്നൊന്നുമില്ല. കീർത്തനം പാടി സ്തുതിച്ചതേ ഉള്ളൂ. ചെങ്ങല അതേ അവസ്ഥയിൽ ആ കയ്യിലില്ലായിരുന്നു. കണ്ടു നിന്നവർ പോലും കണ്ടു അവർ രക്ഷപ്പെടുന്നത്. കേട്ടിരുന്നവർ പോലും അനുഭവിച്ചു അവർ വിടുവിക്കപ്പെടുന്നത്. നാളെ നിങ്ങളെ നോക്കുന്ന പലരും കാണാനും അറിയാനും ഇടവരണം. നിങ്ങൾ രക്ഷപ്പെടുന്നത്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. വിമർശിച്ചവർ പോലും പറയണം പ്രാർത്ഥന കൊണ്ടാ, ദൈവാനുഗ്രഹം കൊണ്ടാ വീട് രക്ഷപ്പെട്ടെ. ആ അമ്മയുടെ പ്രാർത്ഥനയാ, ആ അപ്പച്ചന്റെ പ്രാർത്ഥനയാ, ആ മകന്റെ പ്രാർത്ഥനയാ, മകളുടെ പ്രാർത്ഥനയാ രക്ഷപ്പെടാൻ കാരണമെന്ന് ശത്രുക്കൾ പോലും പറയാനിട വരണം. തമിഴിലൊരു പാട്ടുണ്ട്, ഞാനും എൻ വീടും എൻ വീട്ടാറണை വരും ഒയാമൽ നന്ദി ചൊല്ലുവോ. ഞാനും എൻ്റെ വീട്ടിലുള്ളവരും നന്ദി പറയാൻ ഒരു സമയത്ത് ഇവിടെ വരും. കണ്ണുകളടച്ച് നന്ദി പറയാൻ ഇവിടെ വരും. എനിക്കൊരു സാക്ഷി പറയണം. അവിടെ എനിക്ക് IMS ഒരു സാക്ഷി പറയണം. ഈ അൾത്താറിൽ എൻ്റെ ശബ്ദം മൈക്കെടുത്ത് എനിക്കൊന്ന് പറയണം. എൻ്റെ കുടുംബത്തിൻ്റെ വിടുതൽ എനിക്ക് പറയണം. എൻ്റെ മക്കളുടെ അനുഗ്രഹം എനിക്ക് പറയണം. അതിനുവേണ്ടി ഒരു നേർച്ച നേർന്ന് പ്രാർത്ഥിച്ച് என் வீட்டாரை வரும் ஓயாமல் நன்றி சொல்வோம். நானும் என் வீடும் என் வீட்டாரை வரும் ஓயாமல் நன்றி சொல்வோம். ஒரு கருவோலே காத்தீரே நன்றி, என்னை செய்தையா சுமந்தீரே நன்றி. ஒரு கருவோலே காத்தீரே நன்றி, என்னை செய்தையா சுமந்தீரே நன்றி. ഒരു നിമിഷം ഇത്രയും